ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് അരിപ്പൊടി, ഗോതമ്പ്, അതേപോലെ റാഗി, ഇത് മൂന്നും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പുട്ട് കുഴച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 3 പുട്ടുപൊടിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടുപാത്രത്തിലേക്ക് ഇത് അല്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുന്നത് റാഗി വെച്ചിട്ടാണ്. അതൊരു 1/4 ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം തേങ്ങ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. അതിനുശേഷം അടുത്ത ലെയർ നമ്മൾ ഗോതമ്പ് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അരിപ്പൊടിയും ചേർത്ത് ഫില്ല് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് അല്പം തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് അത് അടച്ചു വയ്ക്കുക. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 3 ലെയറായിട്ട് വന്നിട്ടുണ്ട്. ആവി പറക്കുന്ന പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇതിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.